Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Moovattupuzha. നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഇൻകം ടാക്സ് 2-ലെ ക്ലബിംഗ് ഓഫ് ഇൻകംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. കുറേ കുട്ടികൾ നമ്മളോട് ഇൻകം ടാക്സ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യാനൊക്കെ വിമുഖത കാണിക്കുന്നത്. പക്ഷേ മാക്സിമം ഞാനത് ഇടാൻ ശ്രമിക്കുന്നതാണ്. ക്ലബിംഗ് ഓഫ് ഇൻകംസും മറ്റ് ചാപ്റ്റേഴ്സും ഒക്കെ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ തീർച്ചയായിട്ടും കാണുക. നമുക്ക് എന്തായാലും ഇൻട്രഡക്ഷനിലേക്ക് തന്നെ പോകാം. നമ്മുടെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ക്ലബിംഗ് ഓഫ് ഇൻകം, അഗ്രിഗേഷൻ ഓഫ് ഇൻകം, ഡിഡക്ഷൻ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇത്രയും ഒരു വൈഡ് ഏരിയയാണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. അതിലാദ്യം തന്നെ നമ്മൾ എന്താണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്നുള്ളതാണ് നോക്കുന്നത്. ജനറലി ഇൻകം എക്സ്പ്രസ്ലി റിസീവ്ഡ് ബൈ ദി അസസി ഈസ് ടാക്സ്ഡ്. ഒരു വ്യക്തിക്ക് പരസ്യമായിട്ട് കിട്ടുന്ന, അയാൾക്കാണെന്ന് ഉറപ്പിച്ച് കിട്ടുന്ന ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുക, അല്ലേ? But certain cases, some amounts are deemed as income in the hands of the assessee, though they are not as his expressed income. ചില സാഹചര്യത്തിൽ അയാളുടെ ഇൻകം അല്ലാത്ത ഇൻകത്തിന് കൂടി, ശരിക്കും പ്രത്യക്ഷത്തിൽ അയാളുടെ ഇൻകമായിട്ട് നമുക്ക് തോന്നില്ല, അത്തരം ഇൻകത്തിനും കൂടെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. ദീസ് ഇൻകംസ് ആർ അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് ഇൻ ദ ബുക്സ്. നമ്മൾ ബുക്കിലൊന്നും കാണിക്കാതെ ഒരു വലിയ എമൗണ്ട് കടം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടമെടുക്കുന്നെങ്കിൽ അയാൾക്ക് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടല്ലേ, റീപേയിങ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അയാൾ കടമെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ് ഇൻ ദ ബുക്സ്, അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് എമൗണ്ട് ബോറോഡ് ഓർ റീപെയ്ഡ് അതർ ദാൻ എമൗണ്ട് അക്കൗണ്ട് പേ ചെക്ക്. For the above items, the assessee could not provide a satisfactory explanation as to its sources to the assessing officer. Such amount will be included in the income of the assessee. This is called aggregation of income. ഇപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അയാൾ വലിയൊരു കടം മേടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരോടും പറയാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാം. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, കൃത്യമായിട്ട് ഫുള്ളായിട്ടും ബുക്കിൽ അത് കാണിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വലിയ ചിലവ് അയാൾ നടത്തിയിട്ടുണ്ടാവാം. അങ്ങനെ അയാൾ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാഗികമായോ പൂർണ്ണമായോ അങ്ങനെ മറച്ചു വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പലപ്പോഴും അസസിയുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടാറുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്? സെറ്റ് ഓഫ് മീൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ലോസസ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഫ്രം അനദർ സോഴ്സ് ഓർ ഹെഡ്സ് ഓഫ് ഇൻകം ഇൻ ദി സെയിം അസസ്മെൻറ്റ് ഇയർ. ഒരാളുടെ ഇൻകം കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം 5 ഹെഡ്സ് ഓഫ് ഇൻകം വെച്ചിട്ടാണ്, അല്ലേ? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ, അതർ ഇൻകം. ഇപ്പം നമുക്കിതിലൊരു ഹെഡ്സിൽ നഷ്ടം വന്നു എന്ന് വിചാരിക്കാം. നമുക്കൊരു 2 ബിസിനസ് ഉണ്ട്. ഒരു ബിസിനസ് നഷ്ടത്തിലും ഒരു ബിസിനസ് ലാഭത്തിലുമാണ്. അപ്പോൾ ടോട്ടൽ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞ ഹെഡ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ്സിന് നഷ്ടം ഒരു ബിസിനസ്സിന് ലാഭമാണെങ്കിൽ ഒന്നിൻ്റെ ലാഭത്തിലേക്ക് മറ്റേതിൻ്റെ നഷ്ടം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ ബിസിനസ് ഇൻകത്തിൽ നഷ്ടം വന്നു, പക്ഷേ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ ലാഭമുണ്ട്. അപ്പം നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പം ആ ലാഭത്തിൽ നിന്ന് നഷ്ടം കുറച്ചിട്ട് നമ്മൾ ബാക്കി എടുത്താൽ പോരെ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് സെറ്റ് ഓഫ് എന്ന് വെച്ചാൽ. ഒരു ഹെഡിൽ വരുന്ന നമ്മുടെ നഷ്ടം അതേ ഹെഡിലെ മറ്റൊരു ഇൻകത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെഡ്സിലേക്കോ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് വിളിക്കുന്നത്. ഇഫ് ലോസസ് കനോട്ട് ബി സെറ്റ് ഓഫ് ഇൻ ദി സെയിം ഇയർ ഡ്യൂ ടു ഇൻആഡിക്വസി ഓഫ് ഇൻകം. ചിലപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഇൻകം തികയില്ല ഈ വർഷത്തെ നഷ്ടം കവർ ചെയ്യാനായിട്ട്. ദെൻ സച്ച് ലോസസ് ആർ ക്യാരി ഫോർവേഡ് ടു ദി നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ ഫോർ സെറ്റ് ഓഫ് ഇൻ ദി ഇൻകം ഓഫ് ദാറ്റ് ഇയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ നഷ്ടത്തെ അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കും. അടുത്ത വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഈ വർഷത്തെ ആ നഷ്ടം കൂടെ കുറച്ചിട്ട് ബാക്കി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് സെറ്റ് ഓഫ്. ഇനി നമുക്ക് ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണെന്ന് നോക്കാം. ക്ലബിംഗ് ഓഫ് ഇൻകം. നോർമലി ആൻ അസസി ഈസ് ടാക്സ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് ഓൺ ഇൻകം ഓൺലി. നോർമലി നമ്മൾക്ക് എപ്പോഴും ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ ഇൻകത്തിന് മാത്രമാണ്. But in certain cases, the assessee may be taxed not only for income but also for income of another person. ചില സാഹചര്യത്തിൽ ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ എൻ്റെ ഇൻകത്തിന് മാത്രമല്ല ടാക്സ് കൊടുക്കേണ്ടി വരിക, മറ്റൊരാളുടെ ഇൻകത്തിനും കൂടെ ചിലപ്പോൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരാം. ദിസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഓർഡർ ടു കൗൺട്രാക്ട് ദ പ്രാക്ടീസ് ഓഫ് അവോയ്ഡിങ് ഓർ റെഡ്യൂസിങ് ദ ടാക്സ് ലയബിലിറ്റി. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്ന ടാക്സാണ്. അപ്പം ഏതെങ്കിലും വ്യക്തി ടാക്സ് വെട്ടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വെട്ടിക്കൽ ഒഴിവാക്കാനായിട്ടാണ് മറ്റൊരാളുടെ ഇൻകം കൂടെ നമ്മുടെ കൂടെ ചിലപ്പോൾ അത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ the assessee may transfer his property or income to others like a spouse or minor child to reduce the tax. ഇപ്പം നമുക്ക് ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടെന്ന് വിചാരിക്കുക. ഹസ്ബൻഡിന് ഇഷ്ടമുള്ള വരുമാനമുണ്ട്, വൈഫിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ. അസസി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ഒരു അസസിയാണ്, വൈഫ് ഒരു അസസിയാണ്, അല്ലേ? അപ്പോൾ ഈ ഹസ്ബൻഡിന് എന്ത് ചെയ്യാം? ടാക്സ് ഒക്കെ അടയ്ക്കാറാകുമ്പോഴത്തേക്കും അയാളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഭാര്യയുടെ പേരൊക്കെ എഴുതി വെക്കാം. അപ്പം നമുക്കൊരു പരിധിവരെ എന്ത് കണ്ടുപിടിക്കാം? എന്ത് കുറയ്ക്കാം? ടാക്സ് കുറയ്ക്കാം. അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലബിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷനും കൂടി ആപ്ലിക്കബിൾ ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്.
In order to prevent such practice of avoiding tax, the income are included in the income of the assessee for computing tax. അപ്പോൾ അത്തരത്തിൽ ടാക്സ് വെട്ടിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഇൻകവും കൂടെ ഈ അസസ്സിയുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നത്. ദിസ് പ്രോസസ് ഓഫ് ഇൻക്ലൂഡിങ് ഇൻകം ഓഫ് അതേഴ്സ് ഇൻ അസസീസ് ഇൻകം ഈസ് കോൾഡ് ക്ലബിംഗ്. അപ്പം മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പം അതാണ് ക്ലബിങ്. നമ്മൾ മറച്ചു വെച്ചേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയേക്കുന്ന സോഴ്സ് ഓഫ് ഇൻകം നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അഗ്രിഗേഷന്, നമ്മുടെ നഷ്ടം നമ്മുടെ തന്നെ ലാഭത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സെറ്റ് ഓഫ്, ഈ നമ്മുടെ ലാഭം തികയാതെ വരുമ്പം വരും വർഷങ്ങളിലെ ലാഭത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ക്യാരി ഫോർവേഡ്. ദ ഫോളോയിങ് ആർ ദി കേസസ് ഇൻ വിച്ച് ദ ഇൻകം ഓഫ് അതേഴ്സ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ അസസീസ് ഇൻകം. മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ എപ്പോഴൊക്കെയാണ് കൂട്ടുന്നത്? ഓരോ കണ്ടീഷനായിട്ട് നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് ദി അസറ്റ്. Section 60. If a person transfer the income from an asset without transferring the asset, such income will be included in the income of the transferor. Example, Mr. X transfer the right to receive rent in respect of his house to wife without transferring the house to her. Here the rent received by wife will be clubbed in the income of the Mr. X. ആ ഒരു എക്സാമ്പിൾ കേട്ടിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് അയാളുടെ പേരിലുള്ള ഒരു ബിൽഡിങ് കൃത്യമായ വാടക കിട്ടുന്നുണ്ട്. ഇയാൾക്ക് ടാക്സ് വെട്ടിക്കാനായിട്ട് ബിൽഡിങ് ഹസ്ബൻഡിൻ്റെ പേര് തന്നെയായിരിക്കും, പക്ഷേ വാടക വൈഫിനോട് കളക്ട് ചെയ്തോളാൻ പറയും. അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പം വാടക എന്നുള്ള വരുമാനം കിട്ടുന്നത് വൈഫിനാണ്. അപ്പോൾ വൈഫ് ടാക്സ് കൊടുക്കണം, ഹസ്ബൻഡ് ടാക്സ് കൊടുക്കേണ്ട എന്നൊരു ലെവലിലേക്ക് വരും. ഇനി വൈഫിന് ടാക്സിബിൾ ഇൻകം ഒന്നും ഇല്ലെങ്കിൽ വൈഫിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ടേ വരത്തില്ല. അപ്പം എന്താണ് ഈ ഒരു കണ്ടീഷനിൽ പറഞ്ഞേക്കുന്നത്? പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഇൻകം മാത്രം മറ്റൊരാൾക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ ആരുടെ പേരിലാണോ പ്രോപ്പർട്ടി അയാൾ തന്നെ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഹസ്ബൻഡാണ് വൈഫിന് ആ റെൻറ്റ് മേടിച്ചോളാൻ പറയുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ റെൻറ്റിൻ്റെ ടാക്സ് ആര് തന്നെ കൊടുക്കണം? ഹസ്ബൻഡ് തന്നെ കൊടുത്തിരിക്കണം. ദെൻ ഇൻകം അറൈസിങ് ഫ്രം റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് ദി അസറ്റ്. If a revocable transfer of the asset is made to another, the entire income from the transferred asset is included in the income of the transferor. A revocable transfer is a transfer which contains a provision to retransfer the whole or any part of the income of an asset, or the transferor has the right to resume the power over the whole or part of the income of the asset. സംഭവം ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ ആ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക്, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ആൾക്ക് ആൽജി എന്ന് പേര് കൊടുക്കുന്നു. എൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ ഈ പ്രോപ്പർട്ടി ആൽജിക്ക് കൊടുക്കുന്നു. ആൽജി എനിക്ക് അതെന്താണോ ഞാൻ ചോദിക്കുന്ന കാശ് എനിക്ക് തരും, നമ്മൾ വിൽക്കുന്ന പോലെ തന്നെ. അതിനുശേഷം ആൽജിയും ഞാനും കൂടെ ഒരു കണ്ടീഷൻ ഉണ്ടാക്കി വെക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്ര മാസം കഴിയുമ്പം ആൽജി എനിക്ക് ഈ പ്രോപ്പർട്ടി തിരിച്ചു തരണം. ഞാനാണ് ഓണർ, ആൽജി അല്ല ഓണർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ആ ഉടമസ്ഥാവകാശം മറ്റൊരാളിലേക്ക് കൊടുക്കുന്ന പോലെ ഒന്ന് വരുത്തി തീർക്കുന്നു. ഇത്ര കാലം കഴിയുമ്പോൾ തിരിച്ചു തരാനും പറയുന്നു. ശരിക്കും എന്തിനാണ് അങ്ങനെ മാറ്റുന്നത്? ബിനാമി പോലെ തന്നെയാണ് ശരിക്കും. നമ്മൾ മറ്റൊരാളിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ തിരിച്ചു വാങ്ങിയാൽ അത്രയും കാലഘട്ടം നമുക്ക് ടാക്സ് വെട്ടിക്കാനുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ തിരിച്ചു വാങ്ങാം എന്നൊരു എഗ്രിമെൻറ്റോട് കൂടി നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വസ്തുവിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് ആര് തന്നെ ടാക്സ് കൊടുക്കണം? ആരായിരുന്നോ അതിൻ്റെ ഓണർ? ഞാനാണല്ലോ ഓണർ. അപ്പോൾ ഞാൻ തന്നെ ടാക്സ് കൊടുക്കണം. ഓക്കെ. 3. എക്സംഷൻസ് വെയർ ക്ലബിംഗ് പ്രൊവിഷൻസ് ആർ നോട്ട് അട്രാക്റ്റഡ് ഈവൻ ഇൻ കേസ് ഓഫ് റിവോക്കബിൾ ട്രാൻസ്ഫർ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ റിവോക്കബിൾ ട്രാൻസ്ഫറിൻ്റെ കേസിൽ ചില കേസുകൾക്ക് അതിന് എക്സംഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് നോൺ റിവോക്കബിൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി ബെനഫിഷ്യറി ഓർ ട്രാൻസ്ഫറി. If there is a transfer of an asset which is not revocable during the lifetime of the transferee, the income from such transferred asset is not included in the total income of the transferor. ഇപ്പം ഞാനൊരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കൊടുത്തു, ഇത്ര വർഷത്തിനകം എനിക്ക് തന്നെ തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അത് റിവോക്കബിൾ ട്രാൻസ്ഫറാണ്. പക്ഷേ ഞാൻ കൊടുത്ത പ്രോപ്പർട്ടി എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് വല്ലതും കൊടുത്തേക്കെന്നൊക്കെ പറഞ്ഞ എഗ്രിമെൻറ്റിലാണ് ഞാൻ കൊടുത്തേക്കണമെങ്കിൽ എനിക്കതിൽ നിന്ന് യാതൊരു നേട്ടവും കിട്ടുന്നില്ലല്ലോ. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ മക്കൾക്കല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകത്തിന് ആരാണോ ആ പ്രോപ്പർട്ടി കൈവശം വെച്ചേക്കുന്നത് അയാൾ ടാക്സ് കൊടുത്താൽ മതി. പ്രൊവൈഡഡ് ദ ട്രാൻസ്ഫറർ ഡിറൈവ് നോ ബെനഫിറ്റ് ഫ്രം ദി സച്ച് ഇൻകം. അതായത് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് യാതൊരു വരുമാനവും ആർക്ക് കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഇൻകം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അത് ആരുടെ കൈവശം ഇരിക്കുന്നോ അയാൾ ടാക്സ് കൊടുക്കുക, അത്രയും കൊടുത്താൽ മതി അവിടെ നിന്ന്. Then transfer made before April 1, 1961 and not revocable for a period exceeding 6 years. 1961 ഏപ്രിൽ 1 മുന്നേ നടത്തിയേക്കുന്ന ഒരു ട്രാൻസ്ഫറാണ്. 6 വർഷത്തിനുള്ളിൽ തിരിച്ചു മേടിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അത്തരം അസറ്റിനും ആരാണോ കൈവശം വെച്ചേക്കുന്നത് അയാൾ തന്നെ ടാക്സ് കൊടുത്താൽ മതി എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷനിൽ കാണാനുള്ളത്. ബാക്കി ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. കീപ് വാച്ചിങ്. താങ്ക് യു.